അന്ന് ആ നോട്ട് തന്നത് തുടങ്ങാത്തത്. ഞാൻ പറഞ്ഞു നോട്ട് തന്ന് തുടങ്ങണം, ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല അത് നീ തന്നെ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ സർക്കാരുമായിട്ട് എല്ലാം വിട്ടു. അപ്പോൾ 1 രൂപ ശമ്പളത്തിന് വർക്ക് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കണം, 1 രൂപയും വാങ്ങൂല, ഓഫീസും കാറും ഒന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരാൾ കരയുമ്പോൾ മറ്റേ ആൾ ഉണരുന്നില്ല. ട്വിൻസായിരുന്നു. അപ്പോൾ ഇവർ ഒരു കാര്യം, they were triplets actually, one did not survive. But they were given some antibiotics which we later found was what probably caused the deafness, but you can't blame the doctors കാരണം ആ സമയത്ത് അവരുടെ സർവൈവലിന് that was required. Those who are deaf globally, they prefer to be called deaf rather than using another word. പലപ്പോഴും ഡെഫായിട്ടുള്ള ഡെഫ് പേരൻസിൻ്റെ കുട്ടികൾ അവരുടെ മക്കൾക്ക് ഹിയറിംഗ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫീൽ വെരി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. Hello and welcome everybody to the show. Today നമ്മളോടൊപ്പം ഉള്ളത് ജി വിജയരാഘവനാണ്. Sir is the founder and the first CEO of Technopark Trivandrum. അതല്ലാതെ അദ്ദേഹം കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഐ തിങ്ക് ഒരു വിഷൻ, ഒരു രൂപം നൽകിയിട്ടുണ്ട്. ഔട്ട് ഓഫ് വിച്ച് we have, he was the founder and the honorary director of NISH, that is National Institute of Speech and Hearing, and he was a former honorary director. Now he is the honorary director of CADER, and he is the founder of CADER as well. CADER എന്ന് പറയുന്ന Center for Autism and Other Disabilities, Rehabilitation, Research and Education. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ഒക്കെ സർ ഐ തിങ്ക് യു ഹാവ് ഗിവൺ ഷേപ്പ് ടു ദെം ആൻഡ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സർ ഇപ്പോഴും സ്ട്രാറ്റജിക് അഡ്വൈസും കൺസൾട്ടൻസിയും ഒക്കെ നടത്തുന്നുണ്ട് ഫോർ സ്റ്റാർട്ടപ്സ് ഇൻ ദി IT സെക്ടർ. സോ വെൽക്കം സർ. ശരിക്കും ഒരു ലിസ്റ്റാണ് ഇത്, ഇവിടെ വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സാറിൻ്റെ ഡീറ്റെയിൽസ്. ഐ ആം സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ടു ഹാവ് യു ഹിയർ ഓൺ ദ ഷോ സർ. വെൽക്കം. താങ്ക് യു. സാറിൻ്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു എന്താ പറയുക, ഒരു IT സെക്ടറിലെ ഹെഡ് ഹോൺചോയിൽ നിന്ന് യു ഹാവ് മെയ്ഡ് ദിസ് ഒരു പാരലൽ ട്രാക്ക് എന്ന രീതിയിൽ തന്നെ സർ വേറെ ഒരു ഏരിയ ഓഫ് വർക്ക്, ഏരിയ ഓഫ് ഇൻവെസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് എനർജി ആൻഡ് റിസോഴ്സസ് വിച്ച് ഈസ് ഇൻ ദി ഏരിയ ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ബട്ട് ഇറ്റ് ഹാപ്പൻഡ് ഫ്രം എ പേഴ്സണൽ സ്പേസ്. Tell me about this space where it happened from your daughters Lakshmi and Parvati, and അതെങ്ങനെയാണ് സാറിനെ ട്രാൻസ്ഫോം ചെയ്തത് as a വ്യക്തി? When you look at that, ശരിക്കും when they were born, we didn't know that they were hearing impaired. When they were born, you didn't have any clue? No idea. In fact, 2-2.5 വയസ്സായി കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അതുവരെ ചില ഡോക്ടേഴ്സിനോടൊക്കെ ചോദിക്കും, കുഴപ്പമില്ല, ശരിയാവും, സംസാരിക്കുന്നില്ല, ശരിയാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് മൈസൂറിൽ ഷി വാസ് അണ്ടർഗോയിങ് ട്രെയിനിങ് ദർ. ആ സമയത്താണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിനെ പറ്റി കേൾക്കുന്നത്. എന്നിട്ടൊരു സംശയം തോന്നി. അങ്ങനെ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഒരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അന്ന് കൊച്ചുകുട്ടികളെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇല്ല. എന്നിട്ട് അങ്ങനെ മൈസൂരിൽ കൊണ്ടുപോയി. മൈസൂരിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് they are deaf, they can't hear. Once you know about it, then you need to see how do you go along with it and see what can be done. അപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ there was a speech therapist. അപ്പോൾ അവരെ കണ്ടു. She studied at the All India Institute of Speech and Hearing called Maya. So she was the one who was the first speech therapist for my daughters. അങ്ങനെ ആ സ്പീച്ച് തെറപ്പി നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് വാട്ട് ഡു ദേ ഡു? ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് ഒരു ചെറിയൊരു സ്കൂൾ പോലെ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സ്കൂൾ ഫോർ ഇറ്റ് വാസ് കോൾഡ് ഹോപ്പ്. ഡെഫായിട്ടുള്ള കുറച്ച് കുട്ടികളും പേരൻസ് കുട്ടികളെ കൊണ്ടുവരും. അങ്ങനെ ഒരു 5-6 കുട്ടികൾ അത് പതുക്കെ ഗ്രോ ചെയ്ത് വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഫണ്ട് റേസിങ് ഈസ് എ പ്രോബ്ലം. കാരണം ഫണ്ട്സ് തരാൻ സാധ്യതയുള്ള ആരെങ്കിലുമൊക്കെ ടെക്നോപാർക്കുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അപ്പോൾ ദാറ്റ് ബിക്കെയിം ഡിഫിക്കൽട്ട്. അപ്പോൾ സം ഫ്രണ്ട്സ് സപ്പോർട്ടഡ്. അങ്ങനെ വെൻ ഫോർ എ ഫ്യൂ ഇയേഴ്സ്, ബട്ട് ദെൻ ഇറ്റ് വാസ് ക്ലിയർ ദറ്റ് ഐ കുഡൻറ്റ് റൺ ഇറ്റ്. അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യണ സമയം വന്നപ്പോൾ ഐ സ്പോക്ക് ടു എ ഫ്യൂ പീപ്പിൾ. അങ്ങനെ 2 ഗ്രൂപ്പ് എടുത്തു. ഒന്ന് CSI ചർച്ചിന് കീഴിലുള്ള ഒരു ഗ്രൂപ്പും, രണ്ടാമത് മൂകാംബിക സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും
ഇവിടെയുള്ള കുട്ടികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾ എത്ര കുട്ടികൾ എങ്ങോട്ട് പോകുന്നു അതനുസരിച്ച് ഞങ്ങളുടെ കയ്യിലുള്ള ഫേർണിച്ചർ സാധനങ്ങളൊക്കെ ഡിവൈഡ് ചെയ്ത് തരാം. ഇങ്ങനെ കൊടുത്ത് അവരവിടെ പോവുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം കെ നയനാർ ഗവൺമെൻറ്റിൻ്റെ ആ സമയത്ത് ഗവൺമെൻറ് ജസ്റ്റ് കമ്മിൻ. അപ്പോൾ ചീഫ് മിനിസ്റ്റർ കണ്ടപ്പോഴത്തേക്കോ എന്തെങ്കിലും എൻ്റെ സോഫ്റ്റ്വെയറിൽ വല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയറിലില്ല, ഒരു സോഷ്യൽ വെൽഫെയർ ഏരിയയിൽ ഒരെണ്ണമുണ്ട്, എന്തോ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കേൾവിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു, അത് കൊള്ളാമല്ലോ, ഒരു നോട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു നോട്ട് കൊടുത്തു. അങ്ങനെ ശിവദാസ മേനൻ്റെ ഫസ്റ്റ് ബഡ്ജറ്റ് ഓഫ് ദ നയനാർ ഗവൺമെൻറ്റിൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റും അതിന് കുറച്ച് തുക മാറ്റി വയ്ക്കുന്ന ഒരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ്റെ ഇതായിട്ട് അപ്പോൾ ഇറ്റ് വാസ് ഡൺ, നോട്ട് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഒരു ജാനുവരി ആയപ്പോൾ ഞാൻ ടെക്നോ പാർക്കിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. റെസിഗ്നേഷൻ കൊടുത്തു. ഇത് 1997. 97 ജാനുവരിയിൽ 96ലാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. 97 ഞാൻ റിസൈൻ ചെയ്യുന്ന ആ സമയത്ത് ഒരു ദിവസം CM വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ആ നോട്ട് തന്നത് തുടങ്ങാത്തത്. ഞാൻ പറഞ്ഞു നോട്ട് തുടങ്ങണം, ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല അത് നീ തന്നെ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ സർക്കാരുമായിട്ട് എല്ലാം വിട്ടു, ടെക്നോ പാർക്ക് വിട്ടു, അതോക്കില്ല അത് ചെയ്യണം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സർക്കാരുമായിട്ട് ബന്ധമില്ല. പറഞ്ഞില്ല, ഒരു കാര്യം ₹1 ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ₹1 ശമ്പളത്തിന് വർക്ക് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കണം, ₹1 വാങ്ങൂല, ഓഫീസും കാറും ഒന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ, നീ ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിൽ വർക്ക് ഓൺ ഇത് ചെയ്തു. ദെൻ വി സെറ്റ് ഇറ്റ് അപ്പ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫാക്റ്റ് അതൊരു ഫോർ മീ ഇറ്റ് വാസ് എ 20-year ജേർണി. ആ 20 years നിഷ് വാസ് എ 20-year ജേർണി. അത് തുടങ്ങിക്കഴിഞ്ഞ് 2017 ഏപ്രിൽ വരെ, മാർച്ച് എൻഡ് വരെ ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദാറ്റ്. I would like to take you back to the time 2.5 വയസ്സുണ്ടായിരുന്നപ്പോഴാണല്ലോ ലക്ഷ്മിക്കും പാർവതിക്കും ഹിയറിങ്ങിൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നിയത്. പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ പേരൻസിന് ഈ ഒരു ഫേസിൽ ഇത് മിസ്സായിപ്പോവും. പ്രത്യേകിച്ച് മൂത്ത കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ടൈം പേരൻസ് ആവുന്നവർക്ക് വളരെ എളുപ്പമാണ് ഇത് ഓവർലുക്ക് ചെയ്യാൻ. സാറിന് എന്താണ് സംശയം തോന്നിയത്, അല്ലെങ്കിൽ രമ മാമിന് എന്താണ് സംശയം തോന്നിയത്, ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി? ഒരാൾ കരയുമ്പോൾ മറ്റേ ആൾ ഉണരുന്നില്ല. ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ഇവർ ഒരു കാര്യം, ദേ വർ ട്രിപ്ലെറ്റ്സ് ആക്ച്വലി, വൺ ഡിഡ് നോട്ട് സർവൈവ്. അപ്പോൾ ദേ വർ ബോൺ വെരി പ്രീ മെച്യൂർ. 750 ഗ്രാമേ ഉള്ളൂ. അന്ന് ട്രിവാൻഡ്രത്തെ SATയിൽ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഒരു ക്രേഡിൽ ഒരു ടേബിൾ ലാമ്പ് വയ്ക്കുന്നതായിരുന്നു ഇൻക്യുബേറ്റർ. അപ്പോൾ ബട്ട് ദേ വർ ഗിവൺ സം ആൻറ്റിബയോട്ടിക്സ് വിച്ച് വി ലേറ്റർ ഫൗണ്ട് വാസ് വാട്ട് പ്രോബബ്ലി കോസ് ദി ഡെഫ്നെസ്. ബട്ട് യു കാൻ ബ്ലെയിം ദ ഡോക്ടേഴ്സ്, കാരണം ആ സമയത്ത് അവരുടെ സർവൈവലിന് ദാറ്റ് വാസ് റിക്വയർഡ്. അപ്പോൾ ഒന്ന് കരയുന്നില്ല എന്നുള്ളത് വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്കുന്നില്ല എന്ന് തോന്നൽ വരുന്നു, സംസാരിക്കുന്നില്ല. അങ്ങനെയാണ് ആ ഒരു ഇത് വന്നത്. നമ്മൾ ആ സമയത്തൊക്കെ ഇവർ പീഡിയാട്രിഷ്യൻസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു എന്താ പറയുന്നൊരു യു ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ ചൈൽഡ് ക്യാൻ ബി ഡെഫ്. ഓക്കെ, പക്ഷേ വൺസ് ഈ ഒരു സംശയം തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദെൻ വി സെഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ദെൻ വെന്റ് ഫോർവേഡ്. ആദ്യത്തെ തവണ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ രമ മാമും സാറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു? വാട്ട് വാസ് ഇറ്റ് ദാറ്റ് വാസ് അപ്മോസ്റ്റ് ഇൻ യുവർ മൈൻഡ്? ഏറ്റവും മനസ്സിൽ ആദ്യം വന്ന കാര്യം എന്താണ്? No, what do we do? How do we take it forward? How do you take it forward? എന്തിനി ചെയ്യാം? അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അന്ന് മദ്രാസിലാണ്. അപ്പോൾ വൈ നോട്ട് മൂവ് ദെയർ? ദെൻ ദെയർ വർ who said why don't you go abroad? അപ്പോൾ ഗോയിങ് അബ്രോഡ് വാസ് സംതിങ് വിച്ച് സംടൈംസ് ഈവൻ ടുഡേ സേ നോ ഇഫ് യു ഹഡ് ഗോൺ അബ്രോഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്നുള്ളൊരു പലരും പറയാറുണ്ട്. അതുകൊണ്ട് പക്ഷേ ആ സമയത്ത് ഫോർ മീ ഐ ഡിഡ് നോട്ട് തിങ്ക് ഗോയിങ് അബ്രോഡ് വാസ് എ സൊല്യൂഷൻ. One, I needed to find a good job somewhere which would keep the family up. Second one was that you're going into a completely new area. You don't know where, what it would go. So that is how I said no, let's that. But around that time is when someone said, why don't you do something of your own, try to get. അങ്ങനെയാണ് ആദ്യത്തെ ഒരു സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ നിഷ് അത് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ നിഷ് ശരിക്കും ലക്ഷ്മിക്കും പാർവതിക്കും നിഷിൻ്റെ ബെനിഫിറ്റ് ആദ്യത്തെ ഒരുപാട് വർഷം ഇല്ലായിരുന്നു. കാരണം നിഷിൽ വന്ന കാര്യങ്ങളെല്ലാം, നിഷിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അവർ അത് കടന്നു പോകുമ്പോൾ വന്ന ബുദ്ധിമുട്ടുകളനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരുന്നത്.
പക്ഷേ പിന്നെ നിഷു ഒരു ഡിപ്ലോമ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഇവർ 12 കഴിഞ്ഞു. 12th അവർ ഡെഫ് സ്കൂളിലാണ് പോയത്. അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് അവർക്കുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഡിപ്ലോമ പ്രോഗ്രാമിന് അവർ ജോയിൻ ചെയ്തു. ആ ഡിപ്ലോമ പ്രോഗ്രാമിന് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിഗ്രി പ്രോഗ്രാം അവർ ആലോചിക്കുന്നത്. അങ്ങനെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സും ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസും തുടങ്ങാൻ തീരുമാനിച്ചു. ആ കോഴ്സ് തുടങ്ങിയപ്പോൾ അവർ ഡിപ്ലോമ പ്രോഗ്രാം അവർ ഡ്രോപ്പ് ചെയ്ത് ഡിഗ്രി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. സർ, ഇപ്പോൾ ഈ ഡെഫായിട്ടുള്ള കുട്ടികൾ, ഡെഫ് എന്നുള്ള വാക്ക് നമ്മളിപ്പം ഉപയോഗിക്കാറില്ല, മോസ്റ്റ്ലി യൂസ് ദ വേർഡ് ഹിയറിംഗ് ഡിസബിലിറ്റി. പക്ഷേ അമംഗ് ദി കമ്മ്യൂണിറ്റി, those who are deaf globally, they prefer to be called deaf rather than using another word പലപ്പോഴും. ഇപ്പോൾ നമ്മൾ ബ്ലൈൻഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്, they don't say നാഷണൽ അസോസിയേഷൻ ഫോർ those with visual impairment എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു സൊസൈറ്റി ലുക്സ് അറ്റ് ഇറ്റ് ആസ് ഡെഫ്. they say we are deaf. അത് വെളിയിലൊക്കെ ഭയങ്കര എക്സ്ട്രീം ഒരു ഇപ്പം നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു കുട്ടികളുണ്ടായപ്പോൾ ആദ്യം പലരും ചോദിക്കുന്ന, കുട്ടിക്ക് കേൾവിയുണ്ടോ? വെളിയിലും ഡെഫായിട്ടുള്ള, പ്രത്യേകിച്ച് ഡെഫ് കമ്മ്യൂണിറ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ളവർ, അവരുടെ ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് ഹിയറിംഗ് ഉണ്ടോ? ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിൻമെൻ്റാണ്. ഡെഫായിട്ടുള്ള ഡെഫ് പേരൻസിൻ്റെ കുട്ടികൾ അവരുടെ മക്കൾക്ക് ഹിയറിംഗ് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫീൽ വെരി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്. ദാറ്റ് ചൈൽഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം മീ. നമുക്ക് അതൊരു കമ്മ്യൂണിറ്റിയാണ്. അവിടെ സൈൻ ലാംഗ്വേജ് വളരെ ഇതാണ്. നമ്മൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻസിൻ്റെ ഒക്കെ കാണുമല്ലോ, ഏതായിരുന്നാലും if there is in the US, if there is a program going on and one person raises his hand to say, I need a sign language interpreter, the meeting will not take place. So every campaign has a sign language interpreter there. Any public function has a sign language interpreter. ഇവിടെ ആയിട്ടില്ല, it's slowly picking up. ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ? അതായത് ഇതിപ്പോൾ ഒരു കാര്യം മാത്രമായിരിക്കില്ലല്ലോ, അതിൻ്റെ കൂടെ there would be associated difficulties. സ്പീക്കിംഗ് ഇസ് ഓഫ് കോഴ്സ് ഡിഫിക്കൾട്ട്, കാരണം കേൾക്കുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെയോട് പറയാം, നമുക്ക് റഷ്യനിൽ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, കാരണം യു നോട്ട് ഹേർഡ് റഷ്യൻ അറ്റ് ഓൾ. ഓക്കെ, സോ യു കാൻ റിപ്പീറ്റ് ദാറ്റ്. അതാണ് അവർക്കുള്ളൊരു. അപ്പോൾ ഒന്ന് ഈ ഹിയറിംഗ് ഇല്ലാത്തതുകൊണ്ട് സ്പീച്ച് ഒരു പ്രോബ്ലമാണ്. നോട്ട് ദാറ്റ്, അപ്പോൾ പലപ്പോഴും പറയും ഡെഫ് ആൻഡ് ഡം അല്ല. They can speak, but they can't speak because they can't hear. There are a group who are dumb who can't speak, but most deaf people are not dumb. That's something we need to realize. The other thing here is that avarku hearing illathonde comprehension is a problem. Appo understanding concepts is very difficult. In fact, I've been working with some people where they're telling that the best teachers for a deaf individual should actually be people who are very thorough in sign language. If you try to teach them in Malayalam or you try to teach them in English or in Hindi, you are not able to convey the full concept to them. Okay. So sign language today is recognized as a language. അപ്പോൾ ആ സൈൻ ലാംഗ്വേജിൽ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ a lot of the disadvantages that they have today, that our education system has today, will be over. പക്ഷേ നമ്മുടെ ഡെഫ് സ്കൂളുകളിൽ സൈൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ആസ് കമ്മിങ് ടു ദാറ്റ്, നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ, നമ്മൾ കേരളം മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം എക്യുപ്ഡ് ആണ് നമ്മൾ ഇൻക്ലൂസീവ് ആക്കാൻ, ഈ കമ്മ്യൂണിറ്റീസിലുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഇൻക്ലൂസീവ് ആക്കാൻ? നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇതായിട്ടുള്ള ഒരു നോക്കുകയാണെങ്കിൽ ഐ വുഡ് സേ we are not fully prepared, but compared to other states in the country, we are much better. Compared to most states in the country, we are better. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഡിസബിലിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേരളം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം വി ആർ നോട്ട് ഡിസേബിൾ ഫ്രണ്ട്ലി ഇനഫ്. ഇൻഫാക്ട് there is an initiative which some groups are trying to do and should be launched very soon about wherever you go, you find some place which is not friendly for person with disability. അപ്പോൾ ലിഫ്റ്റിൻ്റെ അകത്ത് ബ്രെയിൽ ഇല്ലെങ്കിൽ,
ലിഫ്റ്റിൻ്റെ അകത്ത് സൗണ്ട്, അതായത് ബ്രെയിൽ മാത്രം പോരാ, ഏത് ഫ്ലോറിൽ നിർത്തുന്നതല്ല നമ്പർ പറയണം. ഫ്ലോർ നമ്പർ 2, നമ്പർ 4, അല്ലെങ്കിൽ നല്ല റാമ്പ് ഇല്ലാത്ത സ്ഥലങ്ങൾ, റോഡിൽ ഇതില്ലാത്ത, വെർ യു ഡോണ്ട് ഹാവ് ദ ടാക്ടൈൽ ദിസിങ് ടു ഫൈൻഡ് ഔട്ട് വെർ എ ബ്ലൈൻഡ് പേഴ്സൺ ക്യാൻ ഗോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ യു ടേക്ക് എ പിക്ചർ ആൻഡ് യു അപ്ലോഡ് ഇറ്റ്. So society gets to know. So there's an initiative which is just going to be launched on that. അപ്പോൾ Kerala is much better than other parts of the country in terms of disabilities, but not enough. There is a lot more to be done. സർ, കേഡറിൻ്റെ ഓണററി ഡയറക്ടർ, ഫൗണ്ടർ ആണല്ലോ. കേഡർ എന്ന് പറയുന്ന ഓട്ടിസം ആൻഡ് അതർ ഡിസബിലിറ്റീസ് എന്ന ഏരിയയിലേക്കാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതിലേക്ക് എങ്ങനെയാണ് സർ എത്തിച്ചേർന്നത്? വാട്ട് ഈസ് ദ പ്രോസസ് ബിഹൈൻഡ് ദിസ്? അതിൽ പ്ലാനിംഗ് ബോർഡിലിരിക്കുന്ന സമയത്ത് വിഡിയുടെ ഒരു സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ്, അതിൻ്റെ കീഴിലാണ് കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ റുബെല്ല വാക്സിനേഷൻ ഫോർ ടീനേജ് ഗേൾസ്. അത് ഇറ്റ് വാസ് ലോഞ്ച് ആസ് എ മേജർ പ്രോഗ്രാം. കാരണം റുബെല്ല വാക്സിനേഷൻ ലോഞ്ച് ചെയ്യാൻ കാരണം പല കുട്ടികളും, യങ് വിമൻ, ഡ്യൂറിങ് pregnancy if they get rubella, the chances are the child will have a disability. Okay, that's there. അതുകൊണ്ടാണ് റുബെല്ല വാക്സിനേഷൻ എടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടൊരിതാണ്. ഇപ്പോൾ പലപ്പോഴും ആഫ്റ്റർ യു ഗെറ്റ് മാരീഡ്, പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന സമയത്ത് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ ഫോളിക് ആസിഡ് പ്രിസ്ക്രൈബ് ചെയ്യും. ആൻഡ് ദാറ്റ് ടാബ്ലറ്റ് ഇസ് വെരി വെരി ചീപ്പ്, ഹാർഡ്ലി എനി കോസ്റ്റ്. പക്ഷേ സംടൈംസ് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ടു ലേറ്റ്. യു ഷുഡ് സ്റ്റാർട്ട് ഫോളിക് ആസിഡ് ബിഫോർ യു കൺസീവ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഗെറ്റിംഗ് ദ പബ്ലിക് ടു നോ, എഡ്യൂക്കേറ്റിംഗ്, അങ്ങനത്തെ കുറേ ഇനിഷ്യേറ്റീവ്സ് എടുക്കും. ആ സമയത്ത് തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ വി ഡിഡ് എ ഡിസബിലിറ്റി സെൻസസ്. അതായത് എവറി ഹൗസ് ഹോൾഡ് ഇൻ കേരള വാസ് കവേർഡ് ടു സീ വെയർ ദർ ആർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി. ആ ഡിസബിലിറ്റി സെൻസസ് നോക്കിയപ്പോഴാണ്, അതിൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നോക്കിയപ്പോൾ ഓട്ടിസം നമ്പേഴ്സ് ആർ ഹൈ. എത്രത്തോളം ഹൈ ആണ്? ഓട്ടിസം റഫ്ലി nearly 1% of the population would be autistic. But when I say autistic, is at the lower end of the spectrum. Moderate and high are a lot of people are missed. You don't see them in the society. It's missed completely. You look at it as some other problem, or you say the person is not fit for something. സർ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സർ, ലോ, മോഡറേറ്റ്, ഹൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് ഓട്ടിസം ഒരു സ്പെക്ട്രമാണ്. പണ്ട് ഓട്ടിസം, ഇപ്പോൾ നമ്മൾ ആസ്പെർജസ് സിൻഡ്രോം അറ്റ് ദ ടോപ്പ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്ക്, Asperger's is also part of the autism spectrum. In a way, all of us are somewhere on that spectrum. All of us? All of us will be on the spectrum. Because ഇപ്പോൾ നമ്മൾ വളരെ, ഇപ്പോൾ ഈ ചില ബിഹേവിയർ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ചില നിർബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ അവർ കംഫർട്ടബിൾ, തിരി അതുപോലെ കൊണ്ടുവന്ന് വയ്ക്കും. അതൊരു ചെറിയൊരു സൈനാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓട്ടിസം ചിലർ നമ്മൾ കാണും, അവർ ഇങ്ങനെ ഉള്ളൊരു മൂവ്മെൻറ്റ് കാണും. ഓക്കെ, ദറ്റ് ഈസ് സംബഡി ഹു ഹാസ് ആൻ ഓട്ടിസം. യു വിൽ സീ പീപ്പിൾ always clapping their hands, or some kind of repetitive action. Okay, those are all parts of autism. But അതിൽ പക്ഷേ ഒരു വലിയൊരു ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് മിസ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് വെരി മൈനർ. പക്ഷേ അവർക്ക് പലപ്പോഴും ഒരു സോഷ്യൽ കണക്റ്റ് വരില്ല. അവർ they may not look you in the eye and speak. Okay, they will look somewhere else and speak. അതൊക്കെ നമ്മുടെ ഇന്നത്തെ പല സ്കൂളുകളിലും കുറേ മാറി വന്നിട്ടുണ്ടെങ്കിലും, അവൻ ഒരു ഉഴപ്പനാണ് എന്ന് മാറ്റിവെക്കും. ചില കുട്ടികൾക്ക് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ഓട്ടിസം ഉള്ള ചില കുട്ടികൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് ഞാൻ US ഒരാളിനെ കണ്ടു. അയാൾക്ക് ഒരു സെൻറ്റൻസ് എഴുതാൻ നോക്കില്ല. പക്ഷേ അയാളൊരു യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്. അപ്പോൾ ഹൈലി ഓട്ടിസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തികൾ, ചില ഏരിയയിൽ പെടാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിലൊരു ചെറിയൊരു ശതമാനം സാവൻസ് കാണും. സാവൻസ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് വിത്ത് സം റിമാർക്കബിൾ സ്കിൽസ് ഉള്ള ചില ആൾക്കാർ കാണും. അത് വളരെ ചെറിയൊരു ഫ്രാക്ഷൻ. അത് പലപ്പോഴും ഓട്ടിസം ഭയങ്കര എന്തെങ്കിലും കേപ്പബിലിറ്റി എന്നുള്ള അതും ഒരു രീതിയിൽ എന്താ പറയുന്ന ഇറ്റ്സ് എ മിത്ത്. ഓക്കെ, പക്ഷേ ചിലർ വളരെ നല്ല കേപ്പബിലിറ്റികളാണ്. ഇപ്പോൾ UK ഒരാളുണ്ട്, അയാൾ ഒരു ഹെലികോപ്റ്ററിൽ കയറി സിറ്റി കറങ്ങിയിട്ട് അയാളൊരു പടം വരച്ചാൽ ഗൂഗിൾ മാപ്പിനെക്കാളും നല്ലൊരു മാപ്പായിരിക്കും അത് ഓൺ ദ സിറ്റി.
ഹി ക്യാൻ ഡു ദറ്റ് വെരി ക്വിക്ക്ലി. പക്ഷേ അതുപോലെ ചിലരുണ്ട്, ഇപ്പോൾ ഐ ഹാവ് എ യങ് ബോയ് വിത്ത് അസ്, ഒരു 6 ഡിജിറ്റ് നമ്പർ ഇൻറ്റു 6 ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ ഹി വിൽ റൈറ്റ് ദി ആൻസർ ഫോർ യു. സോ അത് വളരെ ചെറിയൊരു പോപ്പുലേഷൻ വളരെ ഓഫ് ഓട്ടിസ്റ്റിക് പീപ്പിൾ ആണ്. പിന്നെ ചിലർക്ക് ചില ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഡേറ്റ് പറഞ്ഞാൽ ദിൽ ടെൽ യു വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഇറ്റ് ഇസ്. അങ്ങനത്തെ 1-2 കുട്ടികൾ ഞങ്ങളുടെ അവിടെ പാസ് ത്രൂ പാസ്. അനദർ വെരി ഇൻട്രസ്റ്റിംഗ് കേസ് ഇസ് വെയർ അയാളൊരു മോഹൻലാൽ ഫാനാണ്, മോഹൻലാൽ മമ്മൂട്ടി ഫാനുമാണ്. അപ്പോൾ നമ്മൾ 1994 എന്ന് പറഞ്ഞാൽ അയാൾ 1994 മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്ത ഓർഡറിൽ അയാൾ പറയും. മോഹൻലാലിന് പോലും പറയാൻ ഒക്കില്ല. മമ്മൂട്ടിയുടെ ഫിലിംസ് റിലീസ് ചെയ്ത ഓർഡറിൽ അവർക്ക് പോലും പറയാൻ ഒക്കില്ല. അപ്പം ബട്ട് ദീസ് ആർ എ വെരി സ്മോൾ പോപ്പുലേഷൻ ഓഫ് ദ പീപ്പിൾ. ആ മിത്ത് എന്ന് പറയുന്നത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ജനറലി ഗിഫ്റ്റഡ് ആണ്, ജനറലി സ്പീക്കിംഗ് ഗിഫ്റ്റഡ് ആണ് എന്നാണ്. അത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലാത്തതിലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വി ഡോണ്ട് സേ ദാറ്റ് എവറിബഡി ഇൻ സൊസൈറ്റി ഈസ് ഗിഫ്റ്റഡ്. ദാറ്റ് ഓൾസോ വി ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ നമ്മൾ ഓവർ പ്രൊജക്റ്റ് ചെയ്യില്ല. കാരണം ഒരു സമയം കഴിയുമ്പോൾ ദർ വിൽ ബി ഇവർക്ക് ഈ ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിലും അതൊരു എക്സിബിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ കേപ്പബിലിറ്റി ഉള്ള കുട്ടിയെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് കൈൻഡ് ഓഫ് പ്രൊഫഷൻ ക്യാൻ ഈ ടേക്ക് അപ്പ്, അത് നോക്കി നമ്മൾ മൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പേരൻസും അവരുമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസും ചെയ്യാനുള്ളത്. അല്ല അതിനെ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ കുറച്ച് കഴിയുമ്പോൾ ദർ ഇസ് എ ലിമിറ്റ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇയാളെ ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട്, കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഫ്രസ്ട്രേഷനും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വി നീഡ്. അപ്പോൾ ഓട്ടിസം ഇസ് എ സ്പെക്ട്രം. പലരും നമ്മൾ മിസ്സായി പോകും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരുപാട് പേര് ടാലൻറ്റഡ്, ചില ഏരിയയിൽ ടാലൻ്റ് ഉള്ളവർ നമുക്ക് മിസ്സായി പോകാം. പക്ഷേ മറ്റ് പലർക്കും ഉള്ളത്, ചിലർക്ക് റെഗുലർ സ്കൂളിൽ പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഇതിലെ പല റെഗുലർ സ്കൂളിൽ പോകാനുള്ള രീതിയിൽ ട്രെയിൻ ചെയ്ത് റെഗുലർ സ്കൂളിൽ പോയിട്ട് അവർ തിരികെ ദേ കം ബാക്ക് ഫോർ ആൻ അവർ ഓൾസോ ഫോർ എ ട്രെയിൻ സ്കൂൾ ഗോയിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കഴിയുന്നതും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാവരും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു പേരൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചോദിച്ചോട്ടെ. കാരണം നമുക്ക് ആദ്യം ഇത് സ്പോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പേരൻ്റ് ആയിരിക്കും. സാർ ഇപ്പോൾ നേരത്തെ മക്കളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വളരെ ഏർലി ഏജിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അവരുടെ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ എന്താണ്? സാർ ഓഫ് കോഴ്സ് യു ആർ റണ്ണിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷേ എന്നാലും ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ സാറിന് 1-2 പോയിന്റേഴ്സ് പറയാം. പലപ്പോഴും പറ്റുന്നത് അമ്മയെ ബ്ലെയിം ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം അമ്മയുടെ സൈഡിലുള്ള അമ്മയുടെ പേരൻസിന് മകളെ കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല, അച്ഛൻ്റെ പേരൻസിനും മരുമകളെ കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല, മോനെ കുറ്റപ്പെടുത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഡോണ്ട് ഫോഴ്സ് ദ ചൈൽഡ് ടു കം ടു യുവർ വേ ഓഫ് വർക്കിംഗ്. മിക്കവാറും ഓട്ടിസമുള്ള കുട്ടികളെല്ലാം സ്ട്രക്ചേർഡാണ്. അവർക്കൊരു സ്ട്രക്ചർ വേണം. ആ സ്ട്രക്ചറിൽ നിന്നൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനുള്ളത്. സ്റ്റേറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റഫ്ലി 1%. US 1 in 54 children is autistic. Over 10 million lives are impacted. 12-13 വയസ്സായ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ടോയ്ലറ്റ് ട്രെയിൻഡ് അല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമ്മ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ മോനെ ക്ലീനാക്കി വെക്കാൻ. ഓട്ടിസത്തിൽ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ 4 ആൺകുട്ടികൾക്ക് 1 പെൺകുട്ടിക്ക് ഓട്ടിസം ഉള്ളൂ.